സീമഫാരയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന എറണാകുളം കൃഷി വിജ്ഞാന കേന്ദ്രം ടെറസ് കർഷകർക്കായിട്ട് തയ്യാറാക്കിയ പുതിയ ഒരു ഡ്രിപ്പ് ഇറിഗേഷൻ കിറ്റാണ് ഇറിഗേറ്റ് ഈസി KVK ഡ്രിപ്പ് കിറ്റ്. ഇത് ടെറസ് കൃഷിക്ക് 80 ഗ്രോ ബാഗ് സെറ്റ് ചെയ്ത് 80 ഗ്രോ ബാഗിനേക്കും ഏകദേശം 1 സെൻറ്റ് സ്ഥലത്തേക്കുള്ള കൃഷിക്ക്, സാധാരണ സ്ഥലത്തുള്ള നിലത്തുള്ള കൃഷിക്ക് വേണ്ടിയും ഈ ഡ്രിപ്പ് കിറ്റിനകത്തുള്ള ഘടകങ്ങൾ മതിയാകും. ഈ ഡ്രിപ്പ് കിറ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത് കിച്ചൺ ഗാർഡനിങ് വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കുവാനും അതോടൊപ്പം തന്നെ എഫിഷ്യൻ്റായിട്ട് ഇത് നമ്മളുടെ എല്ലാ ഗ്രോ ബാഗുകളിലും നന ചെല്ലുവാനും ഇത് സഹായിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ 1 സെൻറ്റ് സ്ഥലത്ത് നമ്മൾ കിച്ചൺ ഗാർഡൻ സെറ്റ് ചെയ്യുമ്പോൾ 1 സെൻറ്റ് സ്ഥലത്ത് നമുക്ക് വേണ്ട എല്ലാ പച്ചക്കറികളും നിശ്ചിത അകലത്തിൽ നട്ടിട്ട് ഈ ഡ്രിപ്പ് കിറ്റ് സെറ്റ് ചെയ്താൽ അവിടേക്ക് കൃത്യ അളവിൽ വെള്ളം എത്തിച്ചേരുകയും അതിൻ്റെ നല്ല രീതിയിൽ നടക്കുകയും ചെയ്യും. ഇതിനുവേണ്ടി ഒരു ടാങ്ക് സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ ടാങ്ക് ഏകദേശം ഒരു 1.5 മീറ്റർ പൊക്കത്തിലാണ് അത് ടാങ്ക് സെറ്റ് ചെയ്യേണ്ടത്. ടാങ്കിലേക്ക് ഒരു ടേക്ക് ഓഫ് കണക്ടർ കണക്ട് ചെയ്യണം. ആ കണക്ടർ കണക്ട് ചെയ്തതിന് ശേഷം ഡ്രിപ്പിൻ്റെ ബാക്കി കണക്ഷൻ ആക്സസറീസ് എല്ലാം അതിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. ഗ്രാവിറ്റി ഫ്ലോയിൽ ആണ് ഇത് നനയ്ക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത് ആർക്കും ഇത് വളരെ എളുപ്പത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഇത് വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത് വളരെയധികം പോർട്ടബിൾ ആണ്. എവിടേക്കും നമുക്ക് മാറ്റി, മോഡുലാർ ഡിസൈനാണ്. വേറെ എവിടേക്കെങ്കിലും മാറ്റി നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യുവാൻ സാധിക്കും. അതാണ് ഈ ഡ്രിപ്പ് കിറ്റിൻ്റെ ഒരു പ്രത്യേകത. ഇത് ടെറസ് കർഷകർക്കായിട്ട് നമ്മളിത് തയ്യാറാക്കിയ KVKയുടെ ഏറ്റവും പുതിയ ഉൽപ്പന്നമാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഉള്ള കണ്ടൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കിനി നോക്കാം. ഇതിൽ കണക്ടറുകളിൽ ഏറ്റവും ആദ്യമുള്ളത് ടേക്ക് ഓഫ് കണക്ടറാണ്. അത് ആ ടാങ്കിലേക്ക് ഘടിപ്പിച്ചത് ടേക്ക് ഓഫ് കണക്ടറാണ്. അതോടൊപ്പം തന്നെ ഡ്രിപ്പ് ടേപ്പ് കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഏറ്റവും മുഖ്യമായിട്ടുള്ളൊരു കണക്ടറാണ് കണക്ടർ. ടീയുടെ ഷേപ്പിലുള്ള ഈ കണക്ടറാണ് ഡ്രിപ്പ് ടേപ്പ് കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ടാങ്കിൽ നിന്നുള്ള ഹോസ് പൈപ്പും കണക്ട് ചെയ്യുന്നത് ഇതിലേക്കായിരിക്കും. അതിൽ നിന്ന് പിന്നെ ഡ്രിപ്പ് ടേപ്പ് കണക്ട് ചെയ്യുന്നത് ഈ ടീയുടെ 2 സമാന്തര രേഖയിലുള്ള ഈ 2 കണക്ടറുകളിലായിരിക്കും കണക്ട് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ വെള്ളം കണക്ട് ചെയ്തതിന് ശേഷം വെള്ളം ഏറ്റവും അവസാനത്തെ എൻഡ് പോയിന്റിൽ നിന്ന് വെള്ളം വാർന്നു പോകാതിരിക്കാൻ വേണ്ടി ഒരു എൻഡ് ക്യാപ്പ് കണക്ട് ചെയ്യും. ഇതാണ് എൻഡ് ക്യാപ്പ്. ടാങ്കിൽ നിന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഹോസ് പൈപ്പ്, ഗ്രോ ബാഗുകളുടെ വരികളുടെ ആ വീതിയിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള പ്ലെയിൻ ഡ്രിപ്പ് ടേപ്പ്. ഇത് ഗ്രോ ബാഗുകളുടെ വരിയിൽ കണക്ട് ചെയ്യാനുള്ള സുഷിരങ്ങളോട് കൂടിയ ഡ്രിപ്പ് ടേപ്പാണ്. ഇതിൻ്റെ സുഷിരങ്ങളിൽ നിന്നാണ് ജലം ഓരോ ഗ്രോ ബാഗുകളിലേക്ക് വീഴുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ കണക്ട് ചെയ്യാനുള്ള വസ്തുക്കൾ. ഇനിയും ഇത് കണക്ട് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. കണക്ട് ചെയ്തിരിക്കുന്നത് ടേക്ക് ഓഫ് കണക്ടറാണ്. ഇത് ടാങ്കിൽ ഒരു സുഷിരം ഉണ്ടാക്കി ഈ ടേക്ക് ഓഫ് കണക്ടറിൻ്റെ റബ്ബർ ഗ്രോമെറ്റ് വാൽവ് അത് അകത്തേക്ക് തള്ളിക്കയറ്റി അത് ടാപ്പ് കണക്ട് ചെയ്യും. ഈ ടാപ്പ് ഇങ്ങനെ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യാവുന്നതാണ്. ഇതിലേക്കാണ് നമ്മൾ ഹോസ് പൈപ്പ് കണക്ട് ചെയ്യുന്നത്. ഹോസ് പൈപ്പ് കണക്ട് ചെയ്തതിന് ശേഷം ഈ ലോക്കർ ഉപയോഗിച്ച് ലോക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയും ലോക്ക് ചെയ്യും. ഹോസ് പൈപ്പിലേക്ക് ആദ്യത്തെ കണക്ടർ കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. കണക്ടറിൻ്റെ നേർരേഖയിലുള്ള ഈ കണക്ഷൻ പോയിന്റ് ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഈ നേർരേഖയിലുള്ള ഈ കണക്ഷൻ പോയിന്റിലേക്കാണ് ഞാനിത് കണക്ട് ചെയ്യുന്നത്. അതിനുശേഷം ലോക്കർ ഉപയോഗിച്ച് ഈ ലോക്കർ വൃത്താകൃതിയിലുള്ള ലോക്കർ ഉപയോഗിച്ച് ഇത് ലോക്ക് ചെയ്യണം. ഈ കണക്ടറിൻ്റെ ഈ വശത്തേക്കാണ് ഈ സാധാരണ പ്ലെയിൻ ഡ്രിപ്പ് ട്യൂബ് കണക്ട് ചെയ്യുന്നത്. പ്ലെയിൻ ഡ്രിപ്പ് ട്യൂബ് കണക്ട് ചെയ്ത ശേഷം ഈ ലോക്കർ ഉപയോഗിച്ച്
ലോക്കർ സാവധാനത്തിൽ വലിച്ച് ഇത് ഒരു ശബ്ദം കേൾക്കും. ആ ശബ്ദം കേൾക്കുന്നത് വരെ അത് വലിച്ച് ലോക്ക് ചെയ്യേണ്ടതാണ്. ലോക്ക് ചെയ്തതിന് ശേഷം ഇതിലേക്ക് അടുത്ത ടീ കണക്ടർ ഇതിലേക്ക് കണക്ട് ചെയ്യാം. ഈ ടീ കണക്ടറിൻ്റെ നേർരേഖയിലുള്ള, ഇവിടെ ഗ്രോ ബാഗ് അങ്ങോട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന കാരണം ഈ ടീ കണക്ടറിൻ്റെ നേർരേഖയിലുള്ള ഈ വശത്തുള്ള ഈ കണക്ടറിലേക്കാണ് ഇത് കണക്ട് ചെയ്യേണ്ടത്. അത് ഓരോരുത്തരുടെ സൗകര്യം അനുസരിച്ച് എങ്ങോട്ടാണ് ഗ്രോ ബാഗ് വെക്കുന്നത് അതിനനുസരിച്ച് ടീ കണക്ടർ കണക്ട് ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് നമ്മൾ ഇതിങ്ങനെ ഹോസ്, ഈ പ്ലെയിൻ ഹോസ് ഡ്രിപ്പ് ട്യൂബ് കണക്ട് ചെയ്ത ശേഷം ലോക്കർ, ഈ വൃത്താകൃതിയിലുള്ള ലോക്കർ സാവധാനത്തിൽ വലിച്ച് ആ ലോക്കിംഗ് ശബ്ദം കേട്ടു എന്നുള്ള ഉറപ്പാക്കി അതിനുശേഷം അതിവിടേക്ക് വെച്ചിരിക്കുകയാണ്. അതിനുശേഷം അടുത്ത ഡ്രിപ്പ് ടേപ്പ് ഈ ടീ കണക്ടറിൻ്റെ ഈ വശത്തേക്ക് അടുത്ത പ്ലെയിൻ ഡ്രിപ്പ് ട്യൂബ് കണക്ട് ചെയ്യുകയാണ്. കണക്ട് ചെയ്ത് ലോക്കർ സാവധാനത്തിൽ വലിച്ച് അതും ലോക്ക് ചെയ്തു. ഇതിലേക്ക് വീണ്ടും ഈ പ്ലെയിൻ ഡ്രിപ്പ് ടേപ്പ് കണക്ട് ചെയ്യുകയാണ്. ഇങ്ങനെ 5 വരികളിലായി 5 ടീ കണക്ടറുകൾ കണക്ട് ചെയ്തതിന് ശേഷം പുള്ളി നനയ്ക്കായിട്ടുള്ള ഡ്രിപ്പ് ടേപ്പ് അതിന് ശേഷമാണ് കണക്ട് ചെയ്യുന്നത്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ കണക്ഷൻ പോയിന്റിലേക്ക് ഒരു പ്ലെയിൻ ഡ്രിപ്പ് ടേപ്പ് കണക്ട് ചെയ്തതിന് ശേഷം സുഷിരങ്ങളില്ലാത്ത പ്ലെയിൻ ഡ്രിപ്പ് ടേപ്പ് ഇതുപോലെ കണക്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു എൻ ക്യാപ്പ് ഘടിപ്പിക്കണം. ഇവിടെ ഇത് 80 ഗ്രോ ബാഗുകൾ വരെ നമുക്ക് സെറ്റ് ചെയ്യാം. ഇവിടെ 60 ഗ്രോ ബാഗുകളാണ് നിർത്തിയിരിക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള, ഇതിൽ 50 മീറ്ററാണ് അടങ്ങിയിരിക്കുന്നത്. 10 മീറ്ററിൻ്റെ 5 വരികൾക്ക് ഇത് മതിയാകും. 10 മീറ്റർ നീളത്തിലേക്ക് ഉള്ള 5 വരികൾ. അപ്പം ഗ്രോ ബാഗുകൾ നമ്മൾ വെച്ചിരിക്കുന്ന അകലത്തിൽ, കൃത്യമായ അകലത്തിൽ 60 സെൻറ്റിമീറ്റർ അകലത്തിൽ ഈ ജലം ഓരോ ഗ്രോ ബാഗിനും നിശ്ചിത അളവിൽ അത് വീഴുകയും ചെയ്യും. അപ്പോൾ അതിനനുസരിച്ച് ആ ലെങ്ത്തിൽ അത് കട്ട് ചെയ്ത് നമുക്ക് അത് ഉപയോഗിക്കും. ഈ കണക്ഷൻ്റെ താഴേക്കുള്ള ഈ കണക്ഷൻ പോയിന്റിലേക്കാണ് സുഷിരങ്ങളുള്ള ഡ്രിപ്പ് ടേപ്പ് കണക്ട് ചെയ്യുന്നത്. അങ്ങനെ 5 വരികളിലെ ഡ്രിപ്പ് ടേപ്പ് ഇതേ രീതിയിൽ തന്നെ താഴേക്കുള്ള കണക്ഷൻ പോയിന്റുകളിൽ കണക്ട് ചെയ്യുക. സാധാരണ ഡ്രിപ്പ് ടേപ്പ് കണക്ട് ചെയ്ത പോലെ തന്നെ ഈ ലോക്കർ ഉപയോഗിച്ച് ലോക്ക് ചെയ്യണം. ഇപ്പോൾ 5 വരികളിലേക്കുള്ള ഡ്രിപ്പ് ടേപ്പുകൾ കണക്ട് ചെയ്ത് കഴിഞ്ഞു. കണക്ട് ചെയ്തതിന് ശേഷം ഇനി ഇതിൻ്റെ അവസാനം ഓരോ സുഷിരങ്ങളുള്ള ഡ്രിപ്പ് ടേപ്പിൻ്റെ അവസാനം എൻഡ് ക്യാപ്പ് കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനായി 5 എൻഡ് ക്യാപ്പുകൾ നമുക്ക് ആവശ്യമായിരുന്നു. ഉള്ള ലോക്കർ ഉപയോഗിച്ച് അത് ലോക്ക് ചെയ്യണം. ലോക്കിംഗ് ശബ്ദം കേട്ടു എന്ന് ഉറപ്പുവരുത്തുക. സാധാരണ ഡ്രിപ്പ് ട്യൂബ്, സുഷിരങ്ങളില്ലാത്ത ഡ്രിപ്പ് ട്യൂബ് ഉപയോഗിച്ച് മെയിൻ കണക്ഷൻ കൊടുത്തു. അതിലേക്ക് സുഷിരങ്ങളുള്ള ഡ്രിപ്പ് ടേപ്പ് കണക്ട് ചെയ്തു. അവസാനം എൻ ക്യാപ്പ് കണക്ട് ചെയ്തു. ഇത്രയും ആയാൽ ഈ ഡ്രിപ്പ് ട്യൂബിൻ്റെ ഡ്രിപ്പ് ഇറിഗേഷൻ കിറ്റിൻ്റെ ലേഔട്ട് തയ്യാറായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് വെള്ളത്തിൻ്റെ കണക്ഷൻ, വെള്ളം കൊടുത്തതിന് ശേഷം അത് അതിൻ്റെതായിട്ടുള്ള നിശ്ചിതമായിട്ടുള്ള അകലത്തിൽ അത് പ്ലേസ് ചെയ്ത് വെച്ചാൽ, കൃത്യമായി വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡ്രിപ്പ് ഇറിഗേഷൻ കിറ്റിൻ്റെ ലേഔട്ട് തയ്യാറായി കഴിഞ്ഞു. ടാങ്കിൽ നിന്നുള്ള കണക്ഷൻ ഓൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഇതുപോലെ എല്ലാ ഹോസിലും ജലം വരുന്നതായിട്ട് കാണാം. ഇങ്ങനെ 5 ലൈനുകളിലും അതുപോലെ ജലം വരുന്നതായിട്ട് നമുക്ക് കാണാം. ഈ ജലം വരുന്ന ഇത്
ഇത് താഴേക്ക് പോകുന്ന രീതിയിലാണ് ഈ ഡ്രിപ്പ് ടേപ്പ് ഇത് സെറ്റ് ചെയ്യേണ്ടത്.